السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام عليك يا رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, നമ്മുടെ ഈ നാടിൻ്റെ കരുത്തുകളായ കാരണവന്മാരെ, യുവാക്കളെ, സഹോദര സഹോദരിമാരെ, സഹപാഠികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി കൊണ്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറത്തിലേക്കുള്ളതായ വലിയൊരു മുതൽക്കൂട്ടായി കൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമുക്കറിയാം, നാമൊക്കെ സംഗമിച്ചിട്ടുള്ളത് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്നതായ വേളയിലാണ്. നാമൊക്കെ മദ്രസയിൽ എത്തിച്ചേർന്നത് നമ്മുടെ പിഞ്ചോമന മക്കൾ അവതരിപ്പിക്കുന്നതായ പാട്ടുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുന്ന ആ മദഹിനെ കേട്ടുകൊണ്ട് അതിൽ നിന്ന് ആനന്ദം കൊള്ളാറുള്ള ആ റസൂലിനോടുള്ളതായ സ്നേഹം പ്രകടിപ്പിക്കുന്നതായ സദസ്സായിട്ടാണ് നാം എല്ലാവരും ഈ മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോടുള്ളതായ സ്നേഹം വളരെ വർദ്ധിക്കാൻ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിന്റെ അകത്തളത്തിൽ ഒളിഞ്ഞിരിക്കേണ്ട ഒരു സ്നേഹമാണ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം. ഏത് പ്രകൃതിയാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കണം. അതിനുള്ള ഉപകാരം എന്താണ്? ആഖിറത്തിൽ ചെന്നാൽ വലിയ ഉപകാരമുണ്ട്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, റസൂലേ, മത സഅതു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ, എപ്പോഴാണ് നബിയെ അന്ത്യനാളെന്നാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ നബി തങ്ങൾ പറയുന്നുണ്ട്, എന്താണ് മോനെ, വമാ അഅദത ലഹാ, ആ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി എന്താണ് മോനെ നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ നബി കരീം തങ്ങളോട് ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹു വ റസൂലിഹി, അല്ലാഹുവിനോടും അവനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് എന്റെ കയ്യിലുള്ളത്. അത് മാത്രമാണ് എന്റെ കയ്യിലുള്ളത്. അതിനപ്പുറം ഒന്നും എന്റെ കയ്യിലില്ല റസൂലേ. ഇതിനോട് പറയുമ്പോ തങ്ങൾ ഇവിടെ പറയുകയാണ്, നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയായിരിക്കും നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ. നീ ആരെയാണോ സ്നേഹിച്ചത്, നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയായിരിക്കും നാളെ ആഖിറത്തിലെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം, ഈ ഒരു യുവതലമുറ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ്. അവരുടെ മുമ്പിലുള്ളതായ സിനിമയുടെ
സിനിമയുടെ നടന്മാർ ഫുട്ബോളിലാണ് വലിയ പ്ലെയേഴ്സും അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ചെയ്യുന്ന അവരുടെ ഡ്രസ്സ് കെട്ടുകൊണ്ടാണ് അവരെ അനുകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്, അവരെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അവരോടൊരോടെയാണ് ഈ സ്വർഗത്തില് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെയാണോ സ്നേഹിക്കുന്നത്? എന്നാൽ ആ റസൂലിനോട് കൂടെയാണ് സ്വർഗത്തിലെന്ന് ലോകത്തിന്റെ പ്രവാചകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റസൂലിനോടുള്ള സ്നേഹം, ആ ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീ, നാം ഒക്കെ അതിലേക്ക് തിരിയേണ്ടതുണ്ട്, ആ റസൂലിനെ സ്നേഹിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കുക? ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നത് ആരാണോ? നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത്? അവനായിരിക്കും അല്ലാഹുവിന്റെ റസൂലിനോട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും അടുത്തത്. അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും സ്വലാത്ത് ചൊല്ലുന്നവനായിരിക്കും കൂടുതൽ ആരാണോ അവനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നാം എല്ലാവരും അതിലേക്ക് തുനിയണം. ആ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലുന്നതിലേക്ക് നാം ഓരോരും പഠിപ്പിക്കേണ്ടതുണ്ട്. ആ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലുന്നതിലേക്ക് നാം ഓരോരുത്തരും തുനിയേണ്ടതുണ്ട്. ഒരു മഹാനായ വ്യക്തികൾ സ്വലാത്തിന്റെ മഹത്വം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടതായ കഅബ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേൽ ഒരു ദിവസത്തിന്റെ കാൽഭാഗം മുഴുവനും അങ്ങയുടെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലാം റസൂലേ. അങ്ങയുടെ മേൽ ഒരു ദിവസത്തിന്റെ കാൽഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലാം റസൂലേ എന്ന് പറയുമ്പോ തങ്ങൾ പറയുകയാണ്, അത് നല്ലതാണ്, നിനക്ക് നല്ലതാണ്. പക്ഷേ ഇതിനേക്കാൾ നീ അധികരിപ്പിച്ചാൽ ഇതിനേക്കാൾ നീ അധികരിപ്പിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഹൈറാണ്, അത് നിനക്ക് ഉത്തമമാണ്. ബഹുമാനപ്പെട്ട കാലം പറയുന്നു, അങ്ങനെയെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി ഭാഗം അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാം റസൂലേ. ഇവർ പറയുകയാണ്, ഇനിയും നീ അധികരിപ്പിച്ചാൽ അതും നിനക്ക് ഹൈറാണ്, ഇനിയും നിനക്ക് അധികരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും നീ ചെയ്യണമെന്ന് അല്ലാഹു അൻഹുവിനോട് പറയുമ്പോ ബഹുമാനപ്പെട്ടതായ അല്ലാഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു നബിയേ. എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലാം റസൂലേ എന്ന് പറയുമ്പോൾ മഹാനായ എന്താണ് പറഞ്ഞു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട നിമിത്തങ്ങൾ പറയുകയാണ്, എനിക്ക് മതിയായിട്ടുണ്ട്, എല്ലാം നിനക്ക് ലഭിച്ചിട്ടുണ്ട്, ദുനിയാവും ആഖിറവും നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ മഹാനായ അവിടെ പറയുന്ന വാക്കുണ്ട്. പ്രിയപ്പെട്ട മുമ്പിനെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിന്റെ മനപ്രയാസം എല്ലാം ഇല്ലാതാകും, നിനക്കൊരു മനപ്രയാസം ഉണ്ടാവൂല. നമ്മളൊക്കെ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങളില്ലേ? അതിൽ ഏറ്റവും വലിയ പ്രയാസം മനപ്രയാസമല്ലേ? കടങ്ങളുണ്ടാകാം, അതിൽ മനപ്രയാസം ഉണ്ടാകും. ജോലികളിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ മനപ്രയാസമാണ്. അതെല്ലാം ഇല്ലാതാകണോ? സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതിനടുത്ത് തടയിക്കൊണ്ട് ബഹുമാനപ്പെട്ട നിബിധങ്ങൾ പറയുകയാണ്, നിന്റെ തെറ്റെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും. നിന്റെ തെറ്റെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും കേട്ടോ, എല്ലാം പൊരുത്തപ്പെട്ടു തരും. ഇത് മനസ്സിലാക്കണം. നമ്മള് എല്ലാ മനപ്രയാസവും ഇല്ലാതാക്കുമെന്ന് വെച്ചാൽ ദുനിയാവിലാണല്ലോ മനപ്രയാസം ഉണ്ടാവുക. അപ്പൊ ദുനിയാവ് ബേസിലാവും, ദുനിയാവിൽ മനപ്രയാസം ഉണ്ടാവില്ല. ദുനിയാവിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ബേസിലാക്കും. പിന്നെയോ നിന്റെ എല്ലാ തെറ്റുകളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരും. അതിന്റെ ഉപകാരം ആഖിറത്തിലാണ്. ആഖിറത്തിൽ നമ്മളെന്നാലും പുനർജന്മം നടത്തി കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ റിക്കാർഡ് ആ ലിസ്റ്റിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ടുകൊണ്ടുള്ളതായ ലിസ്റ്റാണ് കാണുന്നതെങ്കിൽ പിന്നെ നമുക്ക് നരകത്തിൽ
സ്വർഗത്തിന്റെ വാസനയുണ്ടോ? പിന്നെ നമുക്ക് നരകത്തിന്റെ ചൂടുണ്ടോ? പിന്നെ നരകത്തിൽ നമുക്ക് കയറേണ്ടി വരുമോ? പിന്നെ നമ്മുടെ കാലാകാലം സ്വർഗത്തിലേക്കാണ്. ലോകത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട സ്വർഗത്തിലേക്കാണ്. പിന്നെ തങ്ങളുടെ കൂടെയാണ്. നബിയുടെ തൊട്ടടുത്ത് സീറ്റാണ്. ജന്നാത്തുൽ ഫിർദൗസിലാണ് സീറ്റ്. നബിയുടെ തൃക്കല്യാണത്തിൽ ഒരുമിച്ച് കൂടാം. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിനോടുള്ളതായ ആ ഒരു ബന്ധപുലത്തിലെ ആ ഒരു സലാത്തിലാണ് കിട്ടുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ സമയത്തും എന്ത് പ്രവൃത്തിയായിരിക്കുമ്പോഴും, ജോലിയിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹം നിലനിർത്തിക്കൊണ്ട് സദാസമയവും അല്ലാഹുവിന്റെ റസൂലിലേക്ക് സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. എപ്പോഴാണ് ഓർക്കുന്നത് ആ സമയത്ത് ചെല്ലണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബത്തുകളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നാളെ ആഖിറത്തിലേക്കുള്ളതായ വലിയ ഒരു മുൻകൂട്ടായിക്കൊണ്ട് നമ്മെ സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ തിരുക്കല്യാണത്തിൽ ഒരുമിച്ച് കൂടുക മുഅ്മിനീങ്ങളെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രസംഗം ശ്രമിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.